നോക്കി ചവിട്ടി സാറേ. നേരെ നോക്കടാ കൊരങ്ങ പോലീസ്. പള്ളി പണി കിട്ടിയ സാറേ ഇരിക്കി, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും പിടിച്ച്. സാറേ ന്യൂസ് ടിവിയിലെ രഘുനന്ദൻ സാറാ. ആരായാലും ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചോണ്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഒന്ന് ഊതിയിട്ട് പോയിക്കോ. അത് ഊതിയിട്ട് പോയാൽ മതി. ഈ ചടങ്ങിന് ഒരു ഊത്തല്ലേ സാറേ? മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ചാണ് ഇത്ര സമയം വണ്ടി ഓടിച്ചത്. അടുത്ത കാര്യപരിപാടി എന്താണെന്ന് പറയും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം, ബ്ലഡ് ചെക്ക് ചെയ്യണം. ആവാം. ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോളും കൂടെ നോക്കണേ. നമുക്ക് അതും കൂടെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ല സാർ, ഞാൻ അലക്സി സാറിനൊന്ന് അദ്ദേഹത്തിന് അറിയാതെ പോലീസ് ഓഫീസ്. വേണ്ട, ഇയാള് വീട് പിടിക്കാൻ നോക്ക്. ഇയാൾക്ക് പോവാല്ലോ. അയാൾക്ക് പോവാം, നിങ്ങൾ വന്നാൽ മതി. വെള്ളം അടിച്ചോണ്ട് നടന്നു പോവാല്ലോ. ഇയാള് പോ, ഇയാള് പോ. എന്റെ കാറ് ഞങ്ങൾ കൊണ്ടുവന്നോളാം. സോറി. അതെ, പോലീസ് സ്റ്റേഷനിൽ നടക്കലാണുള്ളത്. ഷാനകത്തും ഞങ്ങൾ അതന്നെ. വണ്ടി റിലീസ് ചെയ്ത് കിട്ടിട്ട് എന്താ കാര്യം? ആശാനെ റിലീസ് ചെയ്ത് കിട്ടണ്ടേ? അപ്പൊ അതെ, വേറെ വണ്ടി വന്നിട്ടുണ്ട് കുടിയന്മാരെയും കൊണ്ട്. കണ്ടാ നല്ല യോഗ്യന്മാര്. എന്നാ അങ്ങനെ ആവട്ടെ. രഘുനന്ദൻ സാറല്ലേ? ചിലരങ്ങനെ വിളിക്കാറുണ്ട്. രഘുനന്ദൻ എന്നാണ് എന്റെ പേര്. അല്ല, ഞാനേ നമ്മുടെ ഷോ ദി സ്പിരിറ്റിന്റെ സ്ഥിരം കാഴ്ചക്കാരനാ, ഫാനാണേ. അതൊരു തെറ്റല്ല. അനിയൻ എന്താ പോലീസ് സ്റ്റേഷനിൽ നട? ഞങ്ങളൊക്കെ കമലദളം കഥകളി യോഗത്തിന്റെ ആൾക്കാരാ. ഞാനാ സെക്രട്ടറി. ഞങ്ങളുടെ ആശാകത്തുണ്ട്. കഥകളിയും ഒരു കുറ്റകൃത്യമായോ? അല്ല, കളി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാന് 4 അടിക്കണം നിർബന്ധ. അത് കഴിഞ്ഞാൽ വേറൊരു നിർബന്ധമുണ്ട്, വണ്ടിയും ഓടിക്കണം. ഇന്നിപ്പോ എന്തുണ്ടായി? വണ്ടി ഓടിച്ചു, പോലീസും പിടിച്ചു. അകത്തേക്ക് ഇരിക്കാം. കമലദളത്തിന്റെ ആൾക്കാര്. കാണാം. നന്നായില്ലടാ. അങ്ങോട്ട് ഞാനിവിടെ ഇരുന്നോളാം. സാറേ, ആ മൊബൈൽ ഒന്ന് തരുമോ? ഞാൻ ഇവിടെ ഇരുന്നത് മുഷിഞ്ഞോ ആവോ? ആകെ മുഷിഞ്ഞ് നാറിയിരിക്കുക. ഇനി എന്തു നോക്കാൻ? താനിരിക്കുക. പച്ചയായിരുന്നു. പച്ചയായിരുന്നോ മാഷേ? പച്ചയായിരുന്നാൽ പോലീസ് പിടിക്കില്ലല്ലോ. കഴിച്ചിരുന്നു. വേഷേ? വേഷം പച്ചയായിരുന്നു. വേഷം പച്ചയായിരുന്നു. അതാണ്. രഘു സാർ അകത്തേക്ക് വിളിക്കുന്നു. പോയിട്ട് വരൂ, പരിഭ്രമിക്കാനൊന്നുമില്ല. പോയിട്ട് വരട്ടെ. ഒന്നും മിണ്ടാതിരിക്കണോ? അപകടം നടക്കുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. ഒരു ഇഫക്റ്റീവ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് പോലീസുകാർ ശ്രമിക്കേണ്ടത്. ഉപദേശങ്ങൾ, അതും ഇതുപോലൊരു മീഡിയ സെലബിന്റെ മുഖത്തുനിന്നാവുമ്പോ കേൾക്കണം, സ്വീകരിക്കണം. അപകടം മുൻകൂട്ടി ഞാൻ മനസ്സിൽ കണ്ടു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ നിർത്തുക. അയാളുടെ കൈപ്പിഴ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ അയാളെ അനുവദിച്ചും കൂടാ. അതാ സാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. എന്താ രഘുനന്ദൻ, ഇങ്ങനെയൊക്കെയല്ലേ പോലീസ് ജോലി ചെയ്യേണ്ടത്? ഇനി വേണേ പോയിക്കോളൂ. അലക്സി വിളിച്ചിരുന്നു. അയാളും മീരയും രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. നമ്മളിതുവരെ കാസറോസിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ. പോയിക്കോളൂ. താങ്ക് യു. ഞാൻ പോകുന്നില്ല. ഞാൻ കെട്ടിറങ്ങിയിട്ട് നാളെ പോയിക്കോളാം. ഒരു രാത്രി കിടന്നുറങ്ങാൻ കൊള്ളാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശുപാർശയുടെയും മഹാമനസ്കതയുടെയും പേരിൽ ഇന്നാൾ വരെ ഒരു ക്രൈമിൽ നിന്നും രഘുനന്ദൻ എന്ന ഈ ഞാൻ രക്ഷ ആഗ്രഹിച്ചിട്ടില്ല. ശുഭരാത്രി സുപ്രിയ. സുപ്രിയ രഘുവൻ. ഹായ് സുരേഷ്. അറിയില്ല, കൊടുക്കാം. ഡോക്ടർ സുരേഷ, അലക്സിയുടെ നമ്പർ കിട്ടുന്നില്ലെന്ന്. ഗുഡ് മോർണിംഗ്. ഞാൻ വരാം. കുറച്ച് ദിവസമായല്ലോ ഡോക്ടർ സുരേഷുമായി എന്തോ ഒരു ചുറ്റിക്കളി. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി മീറ്റ് ചെയ്യുന്നു, ഫോൺ കോൾസ് വരുന്നു. ഒന്നുമില്ല. നോ, ഒന്നുമില്ലടോ. ഉണ്ട്. ശരി, നിന്നോട് നുണ പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ കാര്യം, ഇത്തവണ റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഒന്ന് ബയോപ്സി ചെയ്യാൻ ഡോക്ടർ സുരേഷ് പറഞ്ഞു. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. 'നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്
അതാ ഡോക്ടർ സുരേഷ് വിളിച്ചത്. ബയോപ്സി? ഇതാണോ അലക്സി ചെറിയ കാര്യം? പിന്നല്ലാതെ, റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിലല്ലേ അതൊരു വലിയ കാര്യമാവുള്ളൂ. എന്റെ മീര, ബയോപ്സി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഉടനെ ക്യാൻസർ എന്ന് ആദ്യം ചിന്തിക്കല്ലേ. സെഞ്ചൂട് പുണ്യാളം മേള് ചുമ്മാ ഇരിക്കുകയല്ല. അങ്ങോരുടെ ടേബിളിലല്ലേ ഈ റിപ്പോർട്ട് ആദ്യം വരിക. പ്രശ്നം വല്ലത് കണ്ട അത് കറക്റ്റ് ചെയ്തേ താഴേക്ക് വിടൂ. പേടിച്ച് ഞാൻ ചത്തുപോകും മനുഷ്യ. ചുമ്മാരി ഒന്ന് എഴുന്നേറ്റ് റെഡിയാവ്. നമുക്ക് ഒരുമിച്ച് പോയ റിപ്പോർട്ടിങ് മേടിച്ചിട്ട് വരാം. റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ എനിക്ക് എന്ത് തരും? അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അലക്സി, വാ. ഞാനില്ല. ഞാൻ അങ്ങോട്ടില്ല. ഓക്കെ. സുരേഷേ, വണ്ടി തിരിച്ചിട്ടേക്കണേ. ശരി സർ. ഇമ്രാൻ ഖാൻ. ജോൺസ, ഇതിൽ ബിനേഷ് കൊടിയേരിയുടെ പടം എവിടെ വെക്കണം? ഗുരുവേ, നൈജാമലയാക്കും. ആ, ഈ പടം വരയ്ക്ക് സ്വാമി ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ നരകത്തിൽ. ഇയാളുടെ നരകപടങ്ങളുടെ എക്സിബിഷനാണ് നാളെ ദർബാർ ഹാളില്. ജോൺസൺ, റിപ്പീറ്റ്. നേരം പോലെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണം. ഹിന്ദുവിലെ മറ്റൊരു കയറി ഗുണം ചെയ്യും. പത്രത്തിൽ നിരൂപിച്ചുകൊണ്ടൊന്നും പടം വിറ്റുപോവില്ല സ്വാമി. അതിന് പിമ്പുകളെ കണ്ടെത്തി കമ്മീഷൻ കൊടുക്കണം. ജോൺസ, ഓരോന്നും കൂടെ ഞങ്ങളങ്ങ് പോവും. അതും കൂടെ വിഴുങ്ങിയിട്ട്. ഇവിടെ പെഗിന് 200 രൂപ ചാർജ് ചെയ്യുന്ന ഈ എത്തനിക് ബാറിൽ വന്ന് അടിക്കാൻ എന്താ വരായിക? കാശ് ആര് കൊടുക്കുന്നു? ഇത് രഘുവേട്ടനെ പറ്റില്ലല്ലേ? വെരി ഗുഡ്. എരന്ന് തന്നെ കുടിക്കണം, എന്നാലേ അനാർക്കിത്തം പൂർണ്ണമാവും. സമീറിൻ്റെതൊരു ഇടങ്ങേറ് പിടിച്ച പോക്ക. ഇന്നാളൊന്ന് ചോര ഛർദിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയതാ. നിർത്തണം കുറഞ്ഞത് ഒരു 6 മാസത്തേക്കുന്ന ഡോക്ടർമാര്. ചെവിട്ടാറ് പറഞ്ഞാല് ഞാനാ ഉപദേശി നന്നായിട്ട് വേണ്ടേ കരക്കാരെ നന്നാക്കാൻ. അവൻ മടുക്കപ്പഴ കുടിക്കട്ടെ, എന്നിട്ട് അവന് തോന്നുകയാണെങ്കിൽ നിർത്തട്ടെ. ഇങ്ങനെ പോയി അതിനൊന്നും ആള് കാണൂല. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ലിവർ സിറോസിസ് വന്ന് മരിച്ച നാടാണിത്. രഘുനന്ദൻ. രഘു, ഞാനാ. ടെൽ മീ. എവിടെയാ? കള്ളുഷാപ്പിൽ പറ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ. അലക്സിക്ക്. അയ്യോ, അവനെന്ത് പറ്റി? ലിവർ സിറോസിസ് അടിച്ചോ? ഇന്നെന്താ എല്ലാരും വെള്ളം അടിച്ച് ചാവുന്ന കാര്യമാണല്ലോ പറയുന്നത്. അവൻ അങ്ങനെ വലിയ അടിയൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്നാ നീ പറയേണ്ടത് പറ. അവനെന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹലോ ഹലോ ജോൺസാ. ജോൺസൺ.